ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ തുളസിയേട്ടനും കുടുംബവും വാടക വീട്ടിലേക്ക് മാറുകയാണ്. കുഞ്ഞിനെ കൊണ്ടുപോകാൻ എന്തായാലും മുകുന്ദൻ മേനോൻ വരാത്തതിനാൽ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് തന്നെയാണ് വാടക വീട്ടിലേക്ക് തുളസിയേട്ടൻ മാറുന്നത്. വളരെ സന്തോഷത്തോടെ പുതിയ വാടക വീട്ടിലേക്ക് വരുന്ന പ്രസന്ന കുഞ്ഞിനെയുമായി ഉള്ളിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് തുളസിയേട്ടൻ പ്രസന്നയോട് പറയുന്നുണ്ട്, അലപ്പുലിയും പിടിച്ചു നിൽക്കാതെ വേഗം അകത്തേക്ക് കയറ്, കൂട്ടുകാരുടെ മുന്നിൽ ഈ കുഞ്ഞിനെ പ്രദർശിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ്. സമയത്ത് ഒന്നും മിണ്ടാതെ തന്നെ പ്രസന്ന കുഞ്ഞിനെയുമായി ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നാലെ തന്നെ മഞ്ജുവും മീനാക്ഷിയും വീട്ടിലേക്ക് കയറുകയാണ്. അതിനുശേഷം തുളസിയേട്ടൻ മഞ്ജുവിനോട് പറയുന്നുണ്ട്, അവളോട് മുറിയിൽ നിന്ന് ഇറങ്ങരുത് എന്ന് പറയുമെന്ന്. പിന്നീട് കുഞ്ഞാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞ് നല്ല കരച്ചിലാണ്. മഞ്ജുവും കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് കേട്ട് തുളസിയേട്ടൻ വരുന്നത്. തുളസിയേട്ടന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ആകെ ദേഷ്യം വരികയാണ്. എന്നിട്ട് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടി ഇതിങ്ങനെ തൊള്ള കീറുന്നത്? ഇതെങ്ങാനും നാട്ടുകാരറിഞ്ഞാൽ ഞാൻ നാട്ടുകാരോട് എന്ത് സമാധാനമാണ് പറയുക എന്നൊക്കെ ചോദിച്ച് തുളസിയേട്ടൻ മീനാക്ഷിയോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴാണ് പുറത്ത് അയൽവക്കത്തുള്ള ഒരു സ്ത്രീ വന്ന്, വീട്ടുകാരെ ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോ തുളസിയേട്ടന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒരു കാരണവശാലും പുറത്തേക്ക് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ് തുളസിയേട്ടൻ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ സ്ത്രീ തുളസിയേട്ടനോട് ചോദിക്കുന്നുണ്ട്, കൈക്കുഞ്ഞിനെയും കൊണ്ട് ഒരു പെൺകൊച്ച് ഓട്ടോയിൽ നിന്നും ഇറങ്ങുന്നത് പോലെ തോന്നി. ആരാണത്? നിങ്ങളും ഭാര്യയും കല്യാണം കഴിയാത്ത 2 പെൺമക്കളും മാത്രമല്ലേ ഇങ്ങോട്ട് മാറുന്നതെന്ന് പറഞ്ഞ് പിന്നെ ആ വന്നത് ആരാണെന്ന് ആ സ്ത്രീ ചോദിക്കുകയാണ്. അവരോട് എന്ത് പറയണമെന്ന് മറുപടി അറിയാതെ തുളസിയേട്ടൻ അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ട് മീനാക്ഷിയും അങ്ങനെ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നുണ്ട്. പിന്നീട് ചന്ദ്രമോഹൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ പ്രതാപനോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയില്ലെങ്കിൽ തുളസിയേട്ടൻ ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്. ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് ഒന്ന് പറയെന്ന് പ്രതാപനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് പ്രതാപനാണെങ്കിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്നും ചന്ദ്രമോഹനോട് എന്ത് പറയണമെന്നറിയാതെ ആകെ ടെൻഷനായി നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്.